ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് ഉച്ചയൂണിന് റെഡിയാക്കാൻ പോണത് ഏത്തപ്പൂവങ്കായ് തോരനും മാങ്ങാ ചമ്മന്തിയുമാണ് കേട്ടോ. അപ്പം നമ്മുടെ പറമ്പിൽ ഒരു കൊല കായ് വീണ് കിടപ്പുണ്ടായിരുന്നു. ചൂട് കാരണം വേഗം ഒടിഞ്ഞു പോണു. അപ്പോൾ അതിൽ നിന്ന് ഒരു പടല എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു. ചിലർ മൈസൂർ ബനാന എന്നും പറയും കേട്ടോ ഈ കായിനെ. അപ്പം നമ്മളത് അരിഞ്ഞ് മഞ്ഞപ്പൊടി വെള്ളത്തിലിടണം കേട്ടോ, അല്ലെങ്കിൽ കറ പിടിക്കും. കായിന് കറ വരും. പിന്നെ നമ്മുടെ കയ്യുമ്മേയും ഇത്തിരി എണ്ണ തൂർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ എണ്ണ തൂർത്തത് കേട്ടോ. അല്ലെങ്കിൽ കയ്യിലും കറ പിടിക്കുവേ. കായിനൊരു കറയുണ്ടല്ലോ, അതാണ്. പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ 2-3 പച്ചമുളക് ഉണ്ടായിരുന്നു. ആവശ്യത്തിന് കറിവേപ്പിലയും കിട്ടി നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ. പിന്നെ 2 ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്തു. ആവശ്യത്തിന് ജീരകം ഇടണം കേട്ടോ. എന്നിട്ട് തേങ്ങയും ചിരകി മിക്സിയുടെ ജാറിലിട്ട് നമ്മളൊന്ന് അങ്ങോട്ട് കറക്കി കൊടുത്താൽ മതി, നല്ലോണം അരയണ്ട കേട്ടോ. ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചട്ടി റെഡിയായി, എണ്ണ ചൂടായി. എണ്ണയല്ല, വെളിച്ചെണ്ണ. അതിനകത്ത് ആവശ്യത്തിന് കടുക് ഇട്ടു, 2 വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. വറ്റൽമുളകിന് ചിലവർ കൊല്ലമുളകൊന്നും പറയും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അതെല്ലാം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന കായ എടുത്ത് അതിനകത്തേക്ക് ഇട്ടു. ഇത്തിരി വെള്ളമൊഴിച്ച് 2 കല്ലുപ്പ് ഇട്ട് അടച്ചു വെച്ചു കേട്ടോ. ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ടാലാണ് ടേസ്റ്റ് തോരനൊക്കെ. അടച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല വെന്തിട്ടുണ്ടായിരുന്നു കായേ. അപ്പം നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ചിരുന്നത് അതിനകത്തേക്ക് ഇട്ടു. ഇളക്കി കഴിഞ്ഞപ്പോൾ തോരൻ റെഡിയായിട്ടോ. അപ്പോൾ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി അതിൻ്റെ മീതെ തൂകിയിരുന്നെങ്കിൽ കളർ കിട്ടിയാൽ. ഇപ്പോൾ കളറ് ഷെയ്ഡ് കുറവാണ് കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്തത് മാങ്ങാ ചമ്മന്തി റെഡിയാക്കാനുള്ള പ്ലാനാണ്. നമ്മളൊരു മാങ്ങയെന്നൊരു വലിയ മാങ്ങയായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊരു കഷ്ണം മാങ്ങ എടുത്ത് ചെറിയ പീസാക്കി അരിഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിൽ അരയാൻ പാടായിരിക്കുമേ. എന്നിട്ട് അത് ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് 2 വറ്റൽമുളകും ആവശ്യത്തിന് കല്ലുപ്പും 2 ഉള്ളി തൊണ്ട് കളഞ്ഞ് അതും കഴുകി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇത്തിരി കൂടി എരിവ് വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ. അപ്പോഴാ എരിവുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ജാറിലിട്ട് ചമ്മന്തി റെഡിയായി. പിന്നെ നമ്മൾ ചോറ് വിളമ്പാനായിട്ട് റെഡിയായി, ഉണ്ണാൻ റെഡിയാവാൻ കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പാണേ. എന്നിട്ട് അതിനകത്ത് തോരനും പിന്നെ നമ്മുടെ വടുകപ്പുളി നാരങ്ങ എന്ന് കേട്ടിട്ടില്ലേ, ആ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. അതും മാങ്ങാ ചമ്മന്തിയും നമ്മുടെ തോരനും റെഡിയായി കേട്ടോ. അപ്പോൾ തോരൻ ആ മഞ്ഞപ്പൊടിയുടെ ഒരു കുറവാണ്, ഇത്തിരി കളറ് ഇതായിട്ടിരിക്കണം. മഞ്ഞപ്പൊടി ഇട്ടിരുന്നെങ്കിൽ നല്ല ഇത്തിരി ഭംഗി കിട്ടിയാണ് കേട്ടോ. ഓക്കെ, എല്ലാം റെഡിയായി.